നമസ്കാരം. റോഡ് അപകടങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കൂടുതലാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സഭയിൽ പറഞ്ഞ വാക്കുകൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം രംഗത്ത് വരികയാണ്. നിലവാരമില്ലാത്ത ഡ്രൈവിംഗ് ആണ് ഇതിന് പ്രധാന കാരണമെന്ന് ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുകയുണ്ടായി. കാൽനട യാത്രക്കാരുടെ അശ്രദ്ധയും ഇതിനൊരു പ്രധാന കാരണമാണെന്ന് അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഇതാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ഏറ്റവും പുതുതായി അദ്ദേഹം പറഞ്ഞ കാര്യം. ഇത് സോഷ്യൽ മീഡിയയിലടക്കം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി മാറുന്നു. അപകടത്തിന് കാരണം ഇത്തരക്കാരുമുണ്ട് എന്ന് മന്ത്രി പറയുന്നുണ്ട്. പലരും മൊബൈലിൽ സംസാരിച്ചുകൊണ്ടാണ് റോഡിലൂടെ നടക്കുന്നതെന്നും ക്രോസ് ചെയ്യുന്നത് പോലും ഇത്തരത്തിലാണ് എന്ന് മന്ത്രി വെളിപ്പെടുത്തി. റോഡ് മുറിച്ചു കിടക്കുമ്പോൾ പോലും ഇടതും വലതും നോക്കാതെ ഫോണിൽ നോക്കിയാണ് എല്ലാവരും പോകുന്നതെന്ന് മന്ത്രി സഭയിൽ പറഞ്ഞു. മൊബൈലിൽ സംസാരിച്ച് നടക്കുന്നവർക്കെതിരെ പിഴ ഈടാക്കണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഗതാഗത മന്ത്രിയെ വഴിയിൽ തടയാൻ ശ്രമിച്ച മൂന്നാറിലെ ഓട്ടോ, ജീപ്പ്, ടാക്സി ഡ്രൈവർമാർക്കെതിരെ മന്ത്രി ഗണേഷ് കുമാറിന്റെ തിരിച്ചടിയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ ടാക്സി വാഹനങ്ങളുടെയും രേഖകൾ പരിശോധിച്ച് ഹാജരാക്കാൻ മന്ത്രി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിനോദസഞ്ചാരികൾക്കായി തന്നെ KSRTC ഇറക്കിയ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനം ചെയ്യാൻ മൂന്നാറിലെത്തിയതായിരുന്നു മന്ത്രി. ഡബിൾ ഡെക്കർ ബസ് തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുമെന്ന് ആരോപിച്ചായിരുന്നു ടാക്സി ഡ്രൈവർമാരുടെ പ്രതിഷേധം. ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു പിന്നീടുള്ള കാര്യങ്ങൾ. ടാക്സിക്കാരുടെ കൊള്ള അവസാനിപ്പിക്കുന്നതിനായി വിനോദസഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ മൂന്നാറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മിനി ബസ് സർവീസുകൾ ആരംഭിക്കും. പഴയ മൂന്നാറിൽ KSRTC ഉടമസ്ഥതയിലുള്ള 3.5 ഏക്കർ സ്ഥലത്ത് രാജ്യാന്തര നിലവാരത്തിലുള്ള 5 നക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കുമെന്നും ഇതിനായി താൽപര്യപത്രം ക്ഷണിച്ചതായി മന്ത്രി പറഞ്ഞു. ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രിയും സംഘവും ഡബിൾ ഡെക്കർ ബസ്സിൽ ദേവികുളം റൂട്ടിൽ യാത്ര ചെയ്തു. ഈ സമയം പഴയ മൂന്നാറിലെ പാതയോരത്ത് നിന്നിരുന്ന ടാക്സി ഡ്രൈവർമാർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. ഇന്നലെ രാവിലെ ടിപ്പോയ്ക്ക് മുൻപിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 2 നിലകളിലായുള്ള ബസ്സിൽ 50 സീറ്റുകളും 5 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബർത്തുമാണുള്ളത്. മൂന്നാറിൽ നിന്നും ദേവികുളം ഗ്യാപ് റോഡ് വഴി പെരിയ കനാൽ വരെയാണ് ട്രിപ്പ് ഉള്ളത്. ദിവസേന 3 ട്രിപ്പുകളുണ്ട്. രാവിലെ 7, 10, ഉച്ചകഴിഞ്ഞ് 3:30 എന്നീ സമയങ്ങളിലാണ് ട്രിപ്പുകൾ. മുകൾ നിലയിൽ 400 രൂപയും താഴെ 200 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. KSRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ശമ്പളം 1-ാം തീയതി തരുമെന്ന് പറഞ്ഞിട്ടും സമരം നടത്തുന്നവരുടെ ശരിയല്ല എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. KSRTC നിലനിൽക്കേണ്ട സ്ഥാനത്ത് കേരള ആവശ്യമാണ്. ഇന്നത്തെ TDF തന്നെ സമരം പൊളിഞ്ഞ് പാളിസായിരിക്കുകയാണ്. ബസ്സിന് കേടുപാട് വരുത്തിയതിന് സമരത്തിന് ആഹ്വാനം ചെയ്തവർ നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്ത് അതിന് നടപടിയും തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളമാണ് തന്നെ സ്നേഹിക്കുന്നതിന്റെ തെളിവാണ് ഇത്തരം സമരങ്ങൾ. പ്രാകൃത സമരം ഇനി വേണ്ട എന്ന സന്ദേശമാണ് നൽകുന്നത്. വാശി കാണിക്കുന്ന ജനങ്ങളോടാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. കൊട്ടാരക്കരയിൽ ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ചത് പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു. പണി മുടക്കിയതിന് സർവീസുകൾ തന്നെ ബസ് നടത്താതിരുന്നതും ബസ്സുകൾ വയറിംഗ് നശിപ്പിച്ചതുകൊണ്ടാണ്. സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. 8 ബസ്സുകളാണ് ഇത്തരത്തിൽ നശിപ്പിച്ചതും.